ആകെ നാണക്കേടായാലോ സാറേ. വലിയ പ്ലാനിങ് ഒക്കെ നടത്തിയിട്ട് അവള് കയറി അങ്ങ് സ്കോർ ചെയ്തു. അതാ നടന്നത്. എടോ ഗൗതം, ആ തള്ളയുടെ മോളുടെയും കാര്യം അങ്ങ് വിട്ടുകളയുന്നതാ നല്ലത്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ നിന്നാല് പിന്നെ അവസാനം അവര് നമുക്ക് നേരെ തിരിയും. സാറേ അത് എനിക്ക് അവരുടെ സംസാരം ഒട്ടും പിടിച്ചിട്ടില്ല. വേറെ വല്ല സിറ്റുവേഷനിലായിരുന്നെങ്കിൽ ഒരൊറ്റ അടിക്ക് അവരുടെ മിണ്ടാനുള്ള ശേഷി ഞാൻ നഷ്ടപ്പെടുത്തിയേനെ. ആരോടാണ് സംസാരിക്കുന്നത് അറിയില്ല. എന്നോടാ കൽപ്പിക്കുന്നേ. സാറേ അതൊക്കെ അങ്ങ് വിട്ടുകള സാറേ. ആ തള്ള വായി തോന്നുന്നൊക്കെ വിളിച്ച് പറയുന്നതാ. പക്ഷേ നമുക്ക് ആവശ്യം അവരെ അല്ലല്ലോ, പ്രിയങ്കയല്ലേ. പ്രിയങ്ക ഇനി എന്ത് ചെയ്യാനാ? അവള് തിരിച്ച് കണിമംഗലത്തെത്തണം സാറേ. രാധികയ്ക്കും വരുണിനും സ്വസ്ഥമായ ഒരു ജീവിതം ഉണ്ടാവാൻ പാടില്ല. അതിന് ഭീഷണിയായിട്ട് അവള് കണിമംഗലത്ത് തന്നെ എന്നും ഉണ്ടാവണം. അച്ഛന്റെയും തീരുമാനം അതാ. സാറൊന്ന് ആലോചിച്ച് നോക്ക്. സാറേ അവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് നാണം കെട്ടു. ആ രീതിയിലൊന്ന് ചിന്തിക്കേ. ബെഞ്ചമിൻ ഒരു വശത്തൂടെ, പ്രിയങ്കയെ മുൻനിർത്തി മറുവശത്തൂടെ നമുക്കങ്ങ് അറ്റാക്ക് ചെയ്യാം. ഒരു കാര്യം ചെയ്യും, നാളെ ഞാൻ തിരിച്ച് ചാർജ് എടുക്ക. ഇനിയിപ്പോ യൂണിഫോമിന്റെ ഒരു ബലവും കൂടി ഉണ്ടല്ലോ, അത് വെച്ച് ഒരു കളി കളിച്ച് നോക്കാം. അല്ല സാറേ, സർവീസിൽ തിരിച്ചു കയറുന്ന ദിവസം തന്നെ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കിയ? നാളെ ചെയ്താലും അതിനടുത്ത ദിവസം ചെയ്താലും ചെയ്യുന്നത് തെറ്റാണെന്ന് നമുക്കറിയാം. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോ അതിനൊരു കുറ്റബോധത്തിന്റെ ആവശ്യമുണ്ടോ? താൻ അവരെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കും. ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ഓരോന്നോരോന്നായിട്ട് ഒതുങ്ങി വരികയാണ് സാറേ. ബെഞ്ചമിന്റെ കാര്യം, സാറിന്റെ സർവീസ്. ഇനി നടക്കാനുള്ളത് അച്ഛന്റെ ജയിൽ മോചനം മാത്രമാണ്. അതോടെ എല്ലാം സെറ്റാണ്. പിന്നെ പണ്ടൊക്കെ സാറിനോട് പറഞ്ഞിട്ടില്ലേ, കണിമംഗലത്തിന്റെ സമ്പത്തിന്റെ കൊള്ളാവുന്ന ഒരു ഭാഗം സാറ് കണക്ക് കൂട്ടിക്കോ. അത് നടക്കും സാറേ. ആ ഒരു പ്രതീക്ഷയില് ഞാൻ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത്. അവസാനം അച്ഛനും മോനും കൂടി എനിക്കിട്ട് പണിയരുത്. തെറ്റ് ചെയ്ത ഒരാൾ മാപ്പ് ചോദിച്ചാൽ അതിനൊരർത്ഥമുണ്ട്. പക്ഷെ നീ ചോദിക്കുന്ന എന്തിനാ കുട്ടി? മോളെ, ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും മോളെ പറഞ്ഞോ? വരുണൻ നീ ഒന്നിച്ച് നന്നായി ജീവിക്കുന്ന കാണുമ്പോ അതിന്റെ സന്തോഷം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. മോൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. നിന്റെ കുടുംബം കണിമംഗലത്തുകാരെ ദ്രോഹിക്കുന്നു എന്ന അർത്ഥത്തിൽ ഈ പ്രശ്നത്തെ ആരും നോക്കിക്കാണുന്നില്ല. നമ്മൾ നല്ല മനസ്സോടെ ജീവിക്കുമ്പോ ചിലര് നുഴഞ്ഞു കയറുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അത് നമുക്ക് നേരിടണം. കാരണം നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ. അച്ഛന് നിന്നെക്കുറിച്ച് ഒരു എതിരഭിപ്രായവും ഇല്ല. നീ എന്റെ പ്രിയപ്പെട്ട മോളാ. ദേവാ, യശോദേ, എടി യശോദേ, എന്താ
അതെന്താ മുത്തശ്ശി? ഇത് പുറത്തൊന്ന് പൂട്ടിയിരിക്കുക. അപ്പൊ നമ്മളെ പൂട്ടിയിട്ടിരിക്കുകയാണോ? ദേവാ, യശോദേ, വാതില് തുറക്കാൻ. ഞങ്ങളിവിടെ പൂട്ടിയിടാമെന്നാണോ വിചാരിക്കുന്നത്? മര്യാദയ്ക്ക് തുറക്കാനാ പറഞ്ഞത്. ദേവാ, എടാ വാതില് തുറക്കാൻ. എടി യശോദേ. ആ, ആ. എന്താടാ, ഞങ്ങളെ പൂട്ടിയിട്ടിരിക്കുകയാണോ? അതെ, അതമ്മയ്ക്ക് മനസ്സിലായില്ലേ? മര്യാദയ്ക്ക് വാതില് തുറക്കാനാ പറഞ്ഞത്. വാതില് തുറക്കുന്ന പ്രശ്നമില്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ കിടന്ന് വിശന്ന് ചത്തോട്ടേന്നോ? വിശന്ന് ചാവ് എന്നും വേണ്ട, ഞാൻ ഭക്ഷണം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ജനലിലൂടെ തരാം. എനിക്ക് വേണ്ട. മര്യാദയ്ക്ക് നീ ഇപ്പൊ ഈ വാതില് തുറന്നില്ലെങ്കിൽ ഞാൻ ഉറക്ക നിലവിളിച്ച് ആളുകളെ വിളിച്ചു കൂട്ടും. അതൊക്കെ ആളുകൾ ഒരുപാട് കണ്ടതല്ലേ അമ്മേ? ഇവിടെ നമ്മുടെ കരച്ചില് കേട്ടാ ഈ അയൽപ്പക്കത്തുള്ള ഒരാള് പോലും വരില്ല. അമ്മയുടെ തന്ത്രങ്ങളൊക്കെ ഇപ്പൊ എല്ലാവർക്കും കാണാപ്പാടോ. രണ്ടുപേരും കൂടെ ഒത്തോണ്ടുള്ള കളിയാ അല്ലേ? അമ്മ കുറെ നാളായില്ലേ ഞങ്ങളെയൊക്കെ കളിപ്പിക്കുന്നു. ഇനി കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്ന് തീരുമാനിച്ചു നോക്കട്ടെ.